അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ ബഹുമാന്യനായ അക്കീം അസ്ഹരി ഉസ്താദ് സ്റ്റാർട്ടിങ്ങിൽ കാണുന്നുണ്ടാവും. ഒരുപാട് ഇതിനു മുമ്പ് ഒരു വീഡിയോസ് ഇട്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് പിൻവലിച്ചത് അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങളിലൂടെ ഒന്നിക്കൊണ്ടാണ്. ഇതിൽ രണ്ട് വശമുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ചർച്ചയ്ക്ക് പ്രമേയമായിരിക്കുന്ന ഒരു വിഷയം തന്നെ നമുക്കറിയാം. ഗർഭാവസ്ഥയിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് മാതാവിൻ്റെ ഉദരത്തിൽ സാധാരണ നമ്മളൊക്കെ കേട്ടുവരുന്നത് 10 മാസം ഗർഭം ചുമക്കും, അത് ചില 9 പ്രസവിക്കും, സാധാരണ നമ്മളങ്ങനെ കണ്ടുവരുന്നു. പക്ഷെ അദ്ദേഹം ആ പ്രസ്താവന പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനെ പലപ്പോഴും മറ്റേ പല രൂപത്തിലും അതിനെ വക്രീകരിച്ച് ട്രോളുന്ന അവസ്ഥയിലേക്ക്, സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അതിനെ വികൃതമായിട്ട് കൊണ്ടെത്തിച്ചത് ചില മീഡിയകളാണ്. അവർക്ക് ഇതിനാണല്ലോ പണി. അത് മാക്സിമം പണ്ഡിതന്മാരാകുമ്പോൾ ഒന്നും കൂടി ഉഷാറാകും. പൊതുവെ അങ്ങനെയാണല്ലോ. ഇവിടെ ഞാൻ സംഘടനയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം നിഷ്പക്ഷമായിട്ട് പറയണം. നമ്മൾ യാഥാർത്ഥ്യം പറയേണ്ടടുത്ത് ആരതാലും പറയണം, തെറ്റ് കണ്ടാൽ അതും പറയണം. അതിൽ മുഖം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ഉസ്താദ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഞാനതിന് മുമ്പുള്ള വീഡിയോസ് ഇട്ടതുകൊണ്ട് ഒരുപാട് ഉപകാരം കിട്ടിയെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചില ഗ്രൂപ്പുകളിൽ അത് ചർച്ചയായപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റി. ചില വിഷയങ്ങൾ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമ് ഷാഫി ഇമാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായമുണ്ട്, 4 വർഷത്തോളം അങ്ങനെ ആവാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും അങ്ങനെ തെളിവുണ്ടോ, ഞാനും അങ്ങനെ ചോദിച്ച ആളാണ്. അപ്പോൾ ഈ ഒരു വിഷയം കൊണ്ട്, ഉസ്താദിൻ്റെ ആ ഒരു പ്രസ്താവന കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ആ പറഞ്ഞത് വലിയ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ ഇന്നത്തെ ലോകത്ത് ഈ എല്ലാം പുരോഗമിച്ചിരിക്കുന്ന ഈ ഒരു എഡ്യൂക്കേറ്റഡായ ലോകത്ത് എത്രത്തോളം ലോജിക്കലി അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും എന്നത് അത് മറ്റൊരു കാര്യം. ഏതായാലും ഷാഫി ഇമാമ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നത് തന്നെയാണ് പ്രബലമായ ഒരു കാര്യം. അപ്പം മാനവർക്ക് അങ്ങനെ വെറുതെ പറയില്ല. അപ്പം സങ്കടകം തോന്നിയത് അസ്ഹരി ഉസ്താദ് അത് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ കമൻ്റ് ബോക്സിൽ കുറേ അഭിപ്രായങ്ങൾ. അതിനകത്ത് പറഞ്ഞ ഈ ഡോക്ടർ സൗമ്യ സെരിൻ എന്ന് പറയുന്ന സഹോദരി ഉസ്താദിനെ ട്രോളിക്കൊണ്ടാണ് കമൻ്റ് ഇട്ടത്. പ്രസവിച്ച പാടെ കുട്ടി സ്കൂളിലേക്ക് ഓടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സഹോദരി ഡോക്ടറാണ്, കുട്ടികളുടെ ഡോക്ടറാണ് എന്നൊക്കെ പറയപ്പെടുന്നത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടേ പറയാൻ പാടില്ല. ഏതായാലും ഉസ്താദ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഷാഫി ഇമാമിൻ്റെ കൗല അങ്ങനെയുണ്ട്. അതോടൊപ്പം തന്നെ മീഡിയകൾ പലപ്പോഴും നമ്മൾ ഉസ്താദ്മാർ മിന്നാന്ന് ഒരു ഉസ്താദിൻ്റെ വിഷയം അതിനോട് തട്ടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ടാവാം. ഏതായാലും മീഡിയകൾക്ക് അത്രയേ വേണ്ടൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, ശുഭവസ്ത്രധാരികളായ നമ്മളെപ്പോലെ ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, പിന്നെ അക്കീം അസ്ഹരി ഉസ്താദിനെ പോലുള്ളവർ വെറുതെ അങ്ങനെ പറയും തോന്നില്ല. കാരണം എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടാണ്, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ്, ആധികാരികമായ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. ഷാഫി ഇമാമിൻ്റെ കൗൽ അങ്ങനെ ഉണ്ട് എന്നത് പണ്ഡിതന്മാർക്കറിയാം, ഒന്ന് നോക്കിയാൽ കാണാം. പിന്നെ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് സെർച്ച് നോക്കിയാൽ മതി കേട്ടോ. ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന സ്വദേശം, ബെല്ലിംഗ്ഹാം എന്ന് പറഞ്ഞാൽ അമേരിക്ക ആയിരിക്കാം. അവിടെയുള്ള ആംഗി ഡെല്ലോറ എന്ന് പറയുന്ന 32 വയസ്സുള്ള ഒരു യുവതി ഇപ്പോഴും 2 വർഷത്തിന് മേലെയായി ഇപ്പോഴും ആ സഹോദരി ഗർഭിണിയാണ്. ലോകത്തിൽ 1-2 അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ബെല്ലിംഗ്ഹാം ആംഗി ഡെല്ലോറ എന്ന് പറയുന്ന സഹോദരി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രൂപ്പിൽ ഇതൊരു ചർച്ചയായപ്പോൾ അതുകൊണ്ട് കിട്ടിയൊരു ഉപകാരം. എന്താണതിന് കാരണം പറയുന്നത്? രക്തസംബന്ധമായ അപൂർവ അസുഖമാണ് നിത്യ ഗർഭിണിയാവാൻ ആ സഹോദരിയെ ഇതിനെ പ്രേരിപ്പിച്ചത് എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയാണ്. അപ്പം ഞാനിതിവിടെ പറഞ്ഞത് അങ്ങനെ സംഭവിക്കാം എന്നതിന് തെളിവാണ്. ഞാൻ ഈ ഗൂഗിൾ സെർച്ച് അതിലെത്രത്തോളം സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പലപ്പോഴും ഫേക്ക് ന്യൂസുകൾ വരാറുണ്ട്. എന്നാലും ഇത്തരം വിഷയങ്ങളിൽ അപൂർവമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഏതായാലും അതിരിക്കട്ടെ. ട്രോളാൻ വരുന്നവരോട്, മീഡിയകളോട് വലിയൊരു
താങ്ക്സ് പറയുകയാണ്. കാരണം നിങ്ങളിങ്ങനെ തന്നെ ചെയ്യണം. പരമാവധി ശുഭവസ്ത്രധാരികളായ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനൊന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് സമൂഹത്തിൻ്റെ ഇടയിലിട്ട് കൊടുക്കുന്നൊരു ഏർപ്പാട് നിങ്ങൾക്ക് പണ്ടേയുണ്ട്. അത് ഏത് മീഡിയ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. ഇതാ നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഉസ്താദ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവേണ്ട കാര്യമേ ഉള്ളൂ. അതങ്ങനെ അപൂർവമായിട്ടുണ്ടാവാം. അതുകൊണ്ട് ഞാൻ ആ സഹോദരിയുടെ പേര് പറയാൻ കാരണം അത് നിങ്ങൾക്ക് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങൾക്കത് സെർച്ച് ചെയ്യാം, അതിനെക്കുറിച്ച് അന്വേഷിക്കാം. എന്നിട്ട് മീഡിയക്കാരായാലും അദ്ദേഹത്തെ എതിർക്കുന്നവരായാലും അവരോട് ഒന്നുകൂടി പറയാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നിട്ട് ട്രോളാം, എതിർപ്പുകൾ പ്രകടിപ്പിക്കാം. ഇനി എന്നെ ട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതല്ലേ അതിൻ്റെ ശരിയായ രൂപം. ഏതായാലും ഇരിക്കട്ടെ. ഉസ്താദിൻ്റെ വാക്കിനെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ടിപ്പം ബോധം അത് ശരിയാണ് എന്ന ബോധത്തിലാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഏതായാലും ട്രോളാണുള്ളവർക്ക് ട്രോളാം, അല്ലെങ്കിൽ അതല്ല സത്യം അറിയുന്നവർക്ക് അന്വേഷിക്കാം. കമൻറ്റുകൾ ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അത് അനുകൂലമായാലും പ്രതികൂലമായാലും എന്ത് തന്നെയാലും നിങ്ങളുടെ അഭിപ്രായം ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും ഇനി അടുത്ത വിഷയവുമായി നല്ലൊരു വീഡിയോസുമായി വരുന്നത് വരെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.